ബിപി ടോക്ക് വിത്തുമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് സീസൺ 7 ഇതുവരെയുള്ള എപ്പിസോഡൊക്കെ വെച്ചിട്ട് ഓരോരുത്തരെ പറ്റിയും ജസ്റ്റ് നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യം തന്നെ നമ്മൾ ജിസൈലി അനു അവരെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തതാണല്ലോ. ഇനി കൂടുതലൊന്നും പറയാനില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആര്യനെ പറ്റി പറയാന്ന് വെച്ചാൽ ആര്യൻ നല്ലൊരു ഗെയിമറാണ് കേട്ടോ. ഫിസിക്കൽ ഗെയിമൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട് മറ്റു കാര്യങ്ങളിൽ പുറകോട്ട് പോകുന്നതായിട്ട് തോന്നി. മുന്നോട്ട് വന്നാൽ ആര്യൻ നന്നായിരിക്കും. അടുത്തത് ഷാനവാസിനെ പറ്റി പറയാന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് ഈ ദിവസം വരെ നല്ലൊരു ഗെയിമറായിട്ടാണ് കേട്ടോ തോന്നിയത്. ഫിസിക്കലി ആണെങ്കിലും മൈൻഡ് ഗെയിം വൈസ് ആണെങ്കിലും പേഴ്സണാലിറ്റി വൈസ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അടുത്ത അനീഷിനെ എടുക്കാന്ന് വെച്ചാല് അനീഷ് സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ നല്ല ഗെയിമർ ആയിരുന്നു. പക്ഷെ ഒരിടെ ഓവറായിരുന്നു കേട്ടോ. സംസാരമൊക്കെ ഓവറായിട്ട് മൂപ്പരുടെ ആ ഒരു പോർഷൻസ് ഒന്നും ലൈവ് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെയാണ് കേട്ടോ. ഇതുപോലെ മുന്നോട്ട് പോയാൽ അടിപൊളിയായിരിക്കും. നവീനെ പറ്റി പറയാന്ന് വെച്ചാൽ നവീൻ നല്ലൊരു എന്റർടൈനർ ആണ്. പക്ഷെങ്കിൽ ബിഗ് ബോസിനെ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കുറച്ച് സീരിയസ് ആയി എടുത്താൽ അടിപൊളിയായിരിക്കും. അടുത്തത് അക്ബർ. സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ച് ഈ ഒരു സീസൺ 7 അക്ബർ കൊണ്ടുപോയെന്നാണ്. പക്ഷെ ഇപ്പോ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട്, അതുപോലെ തന്നെ അപ്പാനിയൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട് സൈലന്റ് ആയിട്ട് എന്താ പറയാ, ജിസേലിനെതിരെ ഒന്നും അറിയില്ല, ജിസേലിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ പോലെ ജിസേലിന് ഗെയിം കളിക്കാൻ വേണ്ടി വന്നവരെ പോലെ എനിക്ക് തോന്നിയത് അക്ബർ, അപ്പാനി ഇവരൊക്കെ. പിന്നെ ശൈത്യ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ആദില നൂറ നല്ലോണം കയറി വരുന്നുണ്ട്. റെന ഫാത്തിമ ഫസ്റ്റ് ഡേ ഒക്കെ കിടിലായിരുന്നു. പക്ഷെ ഇപ്പൊ മൂപ്പർ അവിടെ ഉണ്ടോന്ന് കുറെ അറിയില്ല. ഒരു ഇതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട് ആരുടെയൊക്കെ കീഴിൽ ഇങ്ങനെ നടന്നു പോകുന്നു, അത്ര തന്നെ. പിന്നെ പിന്നെ ബിന്നി നല്ലൊരു ഗെയിമറായിരുന്നു. ബിന്നിയും പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ പെട്ട് മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞ് എന്തോ ബിന്നിയുടെ ഗെയിം മൊത്തത്തിൽ താഴോട്ട് പോവാണ് കേട്ടോ ചെയ്തത്. അതുപോലെ തന്നെ സരിക ഒക്കെ ഗെയിം. രേണുസുതിനെ കൊണ്ടൊന്നും അവിടെ ഒരു കണ്ടന്റും കിട്ടുന്നില്ല. രേണുസുതിക്ക് ആകെയുള്ള ഒരു കണ്ടന്റ് ഞാൻ അക്ബറിനെ ക്ഷമിക്കില്ല എന്ന് മാത്രമാണ് കേട്ടോ. അതിന്റെ മോള് പിടിച്ച് മൂപ്പരിങ്ങനെ കയറി നടക്കുന്നുണ്ട്. അതൊരു വൈക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ശാരികയും ഒനിയനും അവര് ആ വീട്ടിൽ നിന്ന് പോയത് പോലും നമ്മൾ അറിയുന്നത് പോലും ഇല്ല. അവരവിടെ ഉണ്ടോ ഇല്ലയോന്ന്. അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇനിയും എല്ലാവർക്കും ഇമ്പ്രൂവ് ചെയ്ത അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.